നടത്താൻ ഉദ്ദേശിക്കുന്നതും നടത്തിയതും നടത്താൻ തീരുമാനിച്ചതും. ഞങ്ങൾ പറയാറില്ലേ കാറ്റടിച്ച് ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിലേക്ക് വെള്ളം കയറുന്ന കാര്യം. അപ്പൊ അതിനൊരു മാർഗം നമ്മൾ കണ്ടുപിടിച്ചു. ചാച്ചാ അത് ഇടണ്ട, അത് കംപ്ലീറ്റ് പോയി എന്ന് പറഞ്ഞു. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ആകുമ്പോൾ പോകൂലെന്നാണ് പറയണേ. ചവിട്ടി മുഴുവൻ ഇങ്ങനെ നനഞ്ഞു കിടക്കും. നനഞ്ഞു കിടന്നുവെച്ചാൽ നനഞ്ഞ കാലുകൊണ്ട് തന്നെ സിറ്റ് ഔട്ടിലേക്ക് ചവിട്ടുമ്പോ നിങ്ങളൊന്ന് ഓർക്കണം, എല്ലാ വീടുകളിലും പേപ്പർ വന്ന വീടുകളാണ്. അങ്ങനെയൊന്നും പറയണ്ട, ഇതൊക്കെയാണ് എന്റെ പ്ലാനിങ്. എത്ര കണ്ട് വിജയിക്കും അറിയില്ല. അപ്പൊ ഞാൻ എന്നാ പറയണ്ട, നമ്മുടെ വീടിന് ഈ ഇടയായി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നതും നടത്തിയതും നടത്താൻ തീരുമാനിച്ചതും. ഇത് ഒരെണ്ണം നടത്തിയിട്ട് 1.5 ആഴ്ചയായി. പക്ഷെ ഇടാൻ ഇപ്പോഴേ പറ്റുള്ളൂ. വീക്കെൻഡിലല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് എപ്പോഴും ഞങ്ങൾ പറയാറില്ലേ കാറ്റടിച്ച് ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിലേക്ക് വെള്ളം കയറുന്ന കാര്യം. അപ്പൊ അതിനൊരു മാർഗം നമ്മൾ കണ്ടുപിടിച്ചു. നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. ഞങ്ങൾ പലതും ചിന്തിച്ചു. ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ തുറക്കലും അടക്കലും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മുകളിലേക്ക് ഫിറ്റിങ്ങും ഒക്കെ. പിന്നെ അത് എപ്പോഴും നീക്കലത് ശരിയാവൂല. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചു, ഞങ്ങളുടെ ജംഗ്ഷനിൽ തന്നെ ഒരു ഷോപ്പുണ്ട്, ഈ പോളികാർബണേറ്റ് ഷീറ്റ്. അപ്പം ആ ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു കർട്ടൻ പോലെ തയ്യാറാക്കാൻ. പിന്നെ മറ്റേ അവിടെ ജനലിൻ്റെ വാതിലിൻ്റെ ഡോറിൻ്റെ ഒക്കെ കർട്ടൻ ഉണ്ടാക്കണ ഒരു ഷോപ്പാട്ടോ ഇത്. പക്ഷെ പോളികാർബണേറ്റ് അല്ല, ഇത് പോളികാർബണേറ്റ് അല്ല, ഇതാ പ്ലാസ്റ്റിക് ഷീറ്റ്. പ്ലാസ്റ്റിക്കിൻ്റെ ഡിസൈനുള്ള ഷീറ്റാണ്. അപ്പം അങ്ങനത്തെ ഷീറ്റ് നമ്മൾ ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിൽ ഫിറ്റ് ചെയ്തു. പ്ലാസ്റ്റിക് ആണെന്നും പറഞ്ഞാൽ അത് നമ്മൾ ഓർഡർ കൊടുത്തത് പ്ലാസ്റ്റിക്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയുടെയോ മറ്റു വേറെ ഏതാണ്ട് മെറ്റീരിയൽ ഇട്ടാൽ മഴയത്ത് വെള്ളം വീഴുമ്പോൾ അത് ഡാമേജ് ആയി പോകും. പ്ലാസ്റ്റിക് ആകുമ്പോൾ ചൂടുണ്ടാവും. പക്ഷെ വേനൽക്കാലത്ത് നമുക്ക് ചുരുട്ടി റോൾ ചെയ്ത് വെക്കാൻ ആവശ്യമില്ലാത്തപ്പോ. ഇതിപ്പോ നമുക്കിപ്പം സെന്ററിലെ ചുരുട്ടി വെക്കാം, കാരണം ഇപ്പൊ മഴയില്ലല്ലോ. മഴയുള്ളപ്പോൾ താത്തി ഇട്ടാൽ മതി. അപ്പൊ കയറ്റി വെക്കും. അപ്പൊ 1-2 വീടുകളിൽ, ഞങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിൽ കാഞ്ഞിരമഠത്ത് മധുപ്പാപ്പൻ ഇട്ടായിരുന്നു നേരത്തെ. അത് ഇട്ടു. അത് പക്ഷെ ഇങ്ങനെ വീടുകളിൽ വന്ന് ചെയ്യണവർ അത് പ്ലാസ്റ്റിക് അല്ലായിരുന്നു ആ മെറ്റീരിയൽ. അപ്പൊ ഇറിച്ചിലടിച്ച് ഒരു 2 കൊല്ലമായപ്പോഴത്തേക്കും മധു പറഞ്ഞു, ചാച്ചാ അത് ഇടണ്ട, അത് കംപ്ലീറ്റ് പോയി എന്ന് പറഞ്ഞു. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ആകുമ്പോൾ പോകൂലെന്നാണ് പറയണേ. നമുക്കറിയാൻ മേല, ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യണം. ഞങ്ങൾക്ക് ഒരു അറിവും ഇതിനെപ്പറ്റി ഇല്ലാട്ടോ. അപ്പൊ എന്തെങ്കിലും ഒരു പ്രതിവിധി ഇതിന് വേണമല്ലോ. അപ്പൊ നമ്മള് അളവെടുത്ത് നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പം എൻഡ് വരെ ഇടാനാണ് തീരുമാനിച്ചത് ആദ്യം. എൻ്റെ മനസ്സിൽ അതായിരുന്നു ഇരുന്നത്. അപ്പം ഇവിടെ ഹസ്ബൻഡ് പറഞ്ഞു എൻഡ് വരെയും താഴെ വരെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് 3 പോർഷനായിട്ടാണ് നമ്മളിടുക. അത് നിങ്ങളെ കാണിക്കാം എടുത്തത്. അപ്പം എൻഡ് വരെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പം എന്നാന്ന് വെച്ചാൽ പടിഞ്ഞാറ് വശത്തുനിന്നും വടക്ക് വശത്തുനിന്നും കാറ്റിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് അടിച്ച് ഇതിലേക്ക് തട്ടി ചിലപ്പോൾ മുകളിൽ ഇങ്ങനെ ഈ പിൻ ചെയ്തേക്കും, അതിൻ്റെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചേക്കും. അത് ചിലപ്പോൾ പറഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് ബലത്തിലൊന്നും അല്ലല്ലോ സ്ക്രൂ ഇട്ട്. വേറെ മാർഗം ഇവിടെ ചെയ്യാനില്ല. സ്ക്രൂ കോൺക്രീറ്റ് ചെറുതായിട്ടൊന്ന് ഹോള് പോലെ വരുത്തി വെച്ച് അതിൻ്റെ ഡ്രില്ലർ കൊണ്ട് വരുത്തി വെച്ച് അവിടെ നട്ടിട്ട് മുറുക്കിയേക്കും അവർ. അപ്പം അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഇതിന്. അപ്പം അങ്ങനെ അടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാറ്റടിച്ച് താഴ്ത്തി വീഴും. അപ്പം എന്നോട് പറഞ്ഞു കുറച്ചൊന്ന് പൊങ്ങി നിൽക്കണതായിരിക്കും നല്ലത്. പിന്നെ എയർ പാസേജിന് വേണ്ടി ഒറ്റ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാലും ഈ പ്രശ്നം ഉണ്ടാവും. അത് കാരണം 3ആയിട്ട് കട്ട് ചെയ്താണ് അത് ഇട്ടേക്കണത്. നമുക്ക് എത്ര കണ്ട് ഫലവത്താവും എങ്ങനെയാണെന്നറിയില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഇറിച്ചിലടിക്ക് ഇത് കുറവ് കിട്ടുള്ളൂ. സൈഡിൽ നടക്കല്ലിൻ്റെ ആ ഭാഗത്ത് അത് ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡ്രില്ല് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും അടഞ്ഞു കിടന്ന ഒരു സുഖമില്ല. കയറി വന്നെ ഇതല്ലേ. അപ്പം അത് കയറ്റി വയ്ക്കലും ഇറക്കി വയ്ക്കലും ഒന്നും എപ്പോഴും നടക്കണ കാര്യമില്ല. അതുകൊണ്ട് നടക്കല്ല് തൽക്കാലം അങ്ങനെ കിടക്കട്ടെ എന്ന് വെച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ അടിക്കാതിരിക്കാൻ നടക്കല്ല് നനയും. അതിൽ നമ്മൾ താഴെ ചവിട്ടി ഇടാറുണ്ട്. അപ്പം മഴ വീണ സമയത്ത് ഞാൻ ചവിട്ടി എടുത്ത് മാറ്റണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചവിട്ടി മുഴുവൻ ഇങ്ങനെ നനഞ്ഞു കിടക്കും. നനഞ്ഞു കിടന്നുവെച്ചാൽ നനഞ്ഞ കാലുകൊണ്ട് തന്നെ സിറ്റ് ഔട്ടിലേക്ക് ചവിട്ടുമ്പോൾ ആ ചെളി മുഴുവനും അങ്ങോട്ട് കയറുമല്ലേ. അപ്പം പിന്നെ അതിൽ മുഴുവൻ ഇതിൽ ചെളുക്കലാവും. ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഫലവത്താണെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും മാറ്റി മേടിച്ച് ഇറയത്തിടാണ്. ഇറയത്ത അപ്പൊ കട്ട് ചെയ്ത് ഇച്ചിരി ചവിട്ടി കയറില്ല. അപ്പൊ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇതിപ്പോ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിപ്പോ മഴ പെയ്യണില്ലല്ലോ. മഴ പെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ അനുസരിച്ച് നടക്കൽ എന്തായാലും നനയൂന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ ഉദ്ദേശിച്ചത് 2 വശത്തും നടക്കലും നനയും. അവിടെ ഇങ്ങനെ കവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തൂക്കിയിടാനും ഇറക്കിയിടാനും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കയറ്റി വെക്കണം, അന്നേരം പിന്നെ ഇറക്കിയിടണം, പിന്നെ കയറ്റി വെക്കണം. ഇതിൻ്റെയൊക്കെ നൂല് എത്ര കണ്ട് ഗ്യാരണ്ടി ഉണ്ടെന്നും അറിയില്ല. അപ്പം അത് കാരണം അവിടെ തൽക്കാലം വേണ്ടാന്ന് വെച്ചു. സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് മാറ്റി കട്ട് ചെയ്ത് മേടിച്ച് അവിടെ ഇടാമെന്നാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതും കാണിക്കാട്ടോ. അതിമഴ വരുമ്പോഴാണ് ഇറിച്ചിലിങ്ങനെ അടിക്കണത്. പിന്നെ ഇത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പേപ്പർ ബോയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്, പേപ്പർ എറിയാൻ. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഗേറ്റിൽ അതിൻ്റെ ഈ പേപ്പർ വെക്കാനായിട്ട്
ബോക്സ് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് അത് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി 2 പേപ്പർ ഇവിടെ വരുത്തനുണ്ട്. ആ 2 പേപ്പർ ഒരാളാകുന്നുണ്ട്. ആ പേപ്പറുണ്ട്. അതുകൂടാതെ മാസത്തിൽ 2 ദിവസം വനിതയുണ്ടല്ലോ, വനിതയുണ്ട്. മാസത്തിൽ ആദ്യത്തെ ആഴ്ച 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി സമ്പാദ്യം മാഗസീനും ഇവിടെ വരുത്തനുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങൾ റോൾ ചെയ്ത് പേപ്പറിൻ്റെ ഒപ്പം വനിതയും മാസികയും ഒന്നും കയറൂല പൈപ്പിൽ. അപ്പം അതുകൊണ്ടാണ് ഗേറ്റിൻ്റെ അവിടെ അത് വെക്കാത്തത്. പേപ്പർ മാത്രം ഉള്ളെങ്കിൽ ഇൻ കേസ് അതിൽ തിരികെ വെച്ചേച്ച് അവർക്ക് പോകാം. പിന്നെ മഴയുള്ള ദിവസം നമ്മൾ മഴ നനഞ്ഞത് എടുക്കാൻ പോകണം. അല്ല, ഇവിടെ പേപ്പർ കൊണ്ടുവന്ന ആള് വളരെ വൃത്തിയായിട്ട് പേപ്പർ നമുക്ക് ഇറിച്ചിലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ പറയും, ആ കസേര സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ അത് വാതിലിൻ്റെ ചേർത്ത് വെക്കുക, അങ്ങോട്ട് ഇട്ടേക്കണമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യുള്ളൂ. പിന്നെ പുള്ളിയോട് പറയും കസേര ചില ദിവസം മറന്നു പോകും ചിലപ്പോൾ. അപ്പം പുള്ളി അവിടെ ചെയ്യണമെന്ന് വെച്ചാൽ വാതുപ്പടിയിൽ വെക്കും. ഏത് നിങ്ങളൊന്ന് ഓർക്കണം, എല്ലാ വീടുകളിലും പേപ്പർ വന്ന വീടുകളാണ്. ഇവിടെ നനവുള്ള സിറ്റ് ഔട്ടുമാണ് ഈ ഇറിച്ചിലടിച്ച് നനയണ. പക്ഷേ അവര് വെളുപ്പിന് 5-നും 6-നും ഇടയ്ക്ക് പേപ്പർ വരും ഇവിടെ. വെളുപ്പിന് ഞങ്ങൾ ലൈറ്റ് പോലും പുറത്ത് ആ സമയത്ത് ഇട്ടിട്ടുണ്ടാവൂല. ഇനിയിപ്പോ ആ സമയത്ത് ചിലപ്പോ ലൈറ്റ് കത്തും. ഇപ്പൊ മനസ്സിലായി കാണാം. അപ്പൊ ഞാനത് വെറുതെ ഒരു ക്ലൂ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്നാന്ന് വെച്ചാൽ അവരുടെ ബൈക്കിന്റെ ലൈറ്റിലാണ് അവരിത് ബൈക്ക് നിർത്തി വെച്ച് വാതുപ്പടിയിൽ ഇട്ടേച്ച് പോണേ. ആ വാതുപ്പടിയിൽ നനയൂല. അപ്പൊ അവിടെ വരെയും വെച്ച് തരാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ പേപ്പറിന്റെ മനോരമ ഏജന്റ് ആട്ടോ. അപ്പൊ അതിന്റെ വളരെ നല്ല സർവീസാണ് ഈ കൂട്ടത്തിലൊന്ന് പറഞ്ഞതാ. അപ്പൊ ഇനി നമുക്ക് ഇത് ഷീറ്റ് ഒന്ന് റോൾ ചെയ്യണം. നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും ഇത് റോൾ ചെയ്യണേ എങ്ങനെയാണ്, താഴത്തേക്ക് താത്തിയിടണേ എങ്ങനെയാന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ഗ്യാരണ്ടിയുള്ള സംഗതികളല്ല. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഇതിന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജംഗ്ഷനിൽ തന്നെയല്ലേ സാറ് വിളിച്ചാൽ മതി, ഞങ്ങൾ വന്ന് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമുക്കൊരാശ്വാസം. നമ്മുടെ പരിസരത്തുള്ളവരാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് അവരെ മുട്ടാലോ. അപ്പം അങ്ങനെ ഇതിന് ഇത്ര ഏരിയ നമ്മൾ ചെയ്തതിന് 15,300 ഷീറ്റിന്റെ റേറ്റ്, സ്റ്റിച്ച് ചെയ്ത് തന്നേന് ഷീറ്റിന്റെ റേറ്റ് 15,300. പിന്നെ 1000 രൂപ ഫിറ്റിംഗ് ചാർജ്. അപ്പൊ 16,300 ടോട്ടൽ കോസ്റ്റ്. അത് ഇത്ര ഏരിയ കവർ ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. എനിക്ക് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കളറാ. അത് അപ്പൊ സെലക്ട് ചെയ്താ. ഞാൻ വേറൊരു ലൈറ്റ് ഷെയ്ഡ് അവിടെ ഷോപ്പിൽ ചെന്നപ്പോൾ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ലൈറ്റ് ഷെയ്ഡ് നമ്മൾ എടുക്കണ്ട, കാരണം നമ്മുടെ പാത്തിയുടെ അവിടെ മുകളിലെ പൈപ്പിന്റെ അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ കുത്തനെ ഇരുമേച്ചിലല്ലേ മുകളിലെ ഓടിന്ന് വീഴുന്ന വെള്ളം വാർക്കേട്ട് വീണിട്ട് ഈ 2 ഇതിട്ടേക്കണേ ചങ്ങല പോലെ ഇട്ടേക്കണേ അതിൻ്റെ അതീക്കടെ തട്ടി താഴത്തേക്ക് വീഴും. അതിനാണ് ആ 2 ഇത് ബേസ് വെച്ചേക്കണേ അടിയിൽ. അതിലേക്ക് വീണേച്ച വെള്ളം അങ്ങ് പൊക്കോളൂ. അടിയിൽ ഹോളുണ്ട്, അതിനെ കുത്തനെ ഇതിട്ട് വീഴാതിരിക്കാൻ. അപ്പം അങ്ങനെ വീണുകൊണ്ട് എന്നോട് പറഞ്ഞു ലൈറ്റ് ഷെയ്ഡ് നമ്മൾ തൂക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിമ്പം കയറുന്നു. അപ്പം എന്നോട് പറഞ്ഞു ഡാർക്ക് ഷെയ്ഡാന്നല്ല. അവിടെ ഒരു 5-6 ഡിസൈൻ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കുഞ്ഞിതായിട്ട് കട്ട് ചെയ്ത്. അപ്പം അതിൽ നോക്കിയേച്ച് അപ്പം സെലക്ട് ചെയ്ത കളറായത്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളറാണ് അത്. പിന്നെ നമ്മുടെ മേളിലാ ഇത് ക്രീം ഇത് അടിച്ചേക്കണേ, ഇതിൻ്റെ മേളിൽ സൺഷെയ്ഡിൻ്റെ മുകളിൽ അത് അടിച്ചേക്കണേ. ആ കളർ ഇപ്പം മഴ പെയ്ത് ഇഴുകലായതുകൊണ്ട് അഞ്ഞ് കുര്യാക്കോനെ വിളിക്കുമ്പോൾ നമുക്ക് അവിടെ പെയിന്റ് ഇടിച്ച് നീറ്റാക്കാം. ചുമപ്പിന് കുഴപ്പമില്ല, ഐവറി കളർ മുഴുവൻ ഡാമേജായി ഇഴുകല് പിടിച്ചപ്പോൾ അവിടെ നമുക്ക് അതും കൂടെ ഇടുമ്പോൾ ഇതിന് നല്ല കോമ്പിനേഷൻ ആവും. അപ്പം ഇതാണ് നമ്മുടെ പരിപാടി. ഇത് വിജയിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പം മഴയത്ത് നമുക്ക് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ എൻഡ് വരെ ഇട്ടാൽ പൂർണ്ണമായിട്ട് വിജയിച്ചേനെ. പക്ഷേ അതിൻ്റെ പരിപാടി ഇതായതുകൊണ്ടാണ് എൻഡ് വരെ ഇടാൻ. അടഞ്ഞു കിടക്കുമ്പോൾ ചിലപ്പോൾ മുകളിൽ നട്ടല്ലേ മുറുക്കിയിട്ടുള്ളൂ, അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഇതിന്. അപ്പം അത് ചിലപ്പോൾ മുകളിൽ നിന്ന് ഊർന്നു വരും. അത്രയ്ക്ക് ഭയാനക കാറ്റല്ലേ. അത് എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ട് ഏരിയ ഫുൾ വയല. ഞങ്ങളുടെ പടിഞ്ഞാറ് വശവും വടക്ക് വശവും കിഴക്ക് വശത്തിൻ്റെ ഒരു പോർഷനും പാടാ വയല. അത് നമ്മുടെ വയലുണ്ട്, ബന്ധുമിത്രാദികളുടെ ഉണ്ട്, പലരുടെ ഉണ്ട്. അപ്പം ബാക്കി ഈ ഭാഗം മാത്രമേ കരഭൂമി ആയിട്ടുള്ളൂ. അപ്പം ഈ ഭാഗത്തുനിന്ന് മുഴുവൻ നമുക്ക് കാറ്റടിക്കും. അതാണ്. അപ്പം അതൊക്കെയാണ് വിഷയങ്ങൾ. ഇതാണ് ആ കളർ ക്ലോസപ്പില്. ഇപ്പൊ നല്ല വെയിലാ രാവിലെ. മഴയ്ക്ക് മാത്രല്ല, ഇത് വെയിലിനും ഹെൽപ്ഫുള്ളാ. അതെ, വെയിലിന് നല്ല ഇതാ. ഈ മരങ്ങളുടെ കൊമ്പൊക്കെ വെട്ടി കാരണം ഇപ്പൊ വലിയ മാവും പോകുമ്പോ. ഇനി ഓപ്പറേഷൻ അമ്മയ്ക്കാണ് പെട്ടെന്ന് പിടികിട്ടിയിരിക്കുന്നത്. എനിക്ക് അത്ര പിടികിട്ടിയിട്ടില്ല കേട്ടോ. പിടികിട്ടിയിട്ടുണ്ട്, പക്ഷെ ചെയ്തത് അത്ര ശരിയായിട്ടില്ല. അതുകൊണ്ട് അമ്മയാണ് ഇന്ന് നിങ്ങളെ, അല്ലെങ്കിൽ അമ്മയാണല്ലോ എല്ലാം കാണിക്കാറ്. അങ്ങനെയൊന്നും പറയണ്ട, എനിക്ക് അറിയാവുന്നത് കാണിക്കും. ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്യട്ടെ. ഇതെല്ലാവർക്കും അറിയാവുന്ന അടി, സാധാരണ ഒരുവിധം കോമൺ ആയിട്ടുള്ള സംഭവം, അതുകൊണ്ട് എല്ലാവർക്കും അറിയായത്.
മോള് വരെ പൊങ്ങും. ഇനി വേണമെങ്കിൽ ലോക്ക് ചെയ്തോ, റൈറ്റിലേക്ക് തിരിച്ചാൽ ലോക്കാവും. അവിടെ ചെറിയൊരു ഇതേ ഉള്ളൂ. അതാണ് സംഭവം. പിന്നെ താഴത്തേക്ക് ഇറക്കണം, കാണിച്ചു തരാം. കണ്ടോ, നല്ല രസമുണ്ട്, നല്ല കളർ. എനിക്ക് ഈ കളറ് വീടായിട്ട് നല്ല മാച്ച്. അത് ഐവറി ഇതല്ലേ നമ്മുടെ ഭിത്തിയും ടൈലിംഗ് ക്രീം അല്ലേ, ഡാർക്ക് മതി എന്നോട്. ഞാൻ ഓർത്ത് ഇങ്ങനത്തെ കളേർഡൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ കളർ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ബ്യൂട്ടിഫുൾ കളറാണ്. ഒരു പക്ഷെ ആ പോളികാർബണേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ഭംഗി വരൂല. അത് ചുമ്മാ പ്ലാസ്റ്റിക് ഇതല്ലേ. പ്ലാസ്റ്റിക്കിന്റെ അത് നമ്മളില്ലേ, നമ്മള് തിരുമറയൂര് പോകുമ്പോ ഒരു ഷോപ്പിലാ, അതായത് നമ്മള് പോസ്റ്റ്മൺ പറഞ്ഞിട്ട് ഒരു ഇത് മേടിച്ചായിരുന്നു, ഈ റാഗിയുടെ സ്റ്റിക്ക് പുട്ടുണ്ടാക്കണേ. ആ ഷോപ്പില്ലേ, ഗ്രില്ലിട്ടതാ ഫ്രണ്ടിൽ അതിന്റെ ഇറയം. അവിടെ ഇപ്പൊ ഇന്നാളെ ഞാൻ തിരുമറയൂര് പോയപ്പോ ഇതില് ടച്ച് ചെയ്ത് നമ്മൾ അതില് അങ്ങോട്ട് ചെന്ന് ഇറങ്ങുമ്പോ ഞാൻ നോക്കിയപ്പോ ആ ഷോപ്പിൽ വെജിറ്റബിൾ ഉണ്ടോ എന്ന് നോക്കിയത്. അന്നേരം അവിടെ ഇല്ലേ ആ വൈറ്റ് കളർ അതിങ്ങനെ ഫുൾ അടിച്ചേക്കുവാ ഗ്രില്ലേല്. എന്നിട്ട് ഞാൻ അവിടെ അപ്പയോട് പറഞ്ഞു ഒന്ന് സ്ലോ ചെയ്ത് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മള് ഇവിടെ ഫിറ്റ് ചെയ്തായിരുന്നു കേട്ടോ ആ സമയം. അപ്പൊ നോക്കിയപ്പോ അത് ഭംഗിയില്ല. അതിങ്ങനെ ഗ്രില്ല് ഇങ്ങനെ ഷീറ്റ് കട്ട് ചെയ്ത് വെച്ച് ഗ്രില്ലില് പിടിച്ചേച്ച് രണ്ട് സൈഡിലും സെല്ലോ ടേപ്പ് പോലെ രണ്ട് സംഗതികൾ വെച്ച് ഫിക്സ് ചെയ്തേക്കും. എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല അതിന്റെ എന്തോ. അപ്പൊ അത് നമുക്ക് ഇവിടെ വെച്ചാൽ പറ്റില്ല. അത് എന്നാന്നറിയാം, അപ്പൊ അന്നേരം പറഞ്ഞു അതൊക്കെ എങ്ങനെ വെക്കണേ, അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിക്കാനും താത്താനും ഒന്നും പറ്റൂല, ഇത് വെളിച്ചം കയറൂലെന്ന്, അത് ശരിയാവൂല. ഇതാകുമ്പോ പിന്നെ നല്ലതാ. അപ്പൊ ഇത് ഇപ്പൊ നടക്കലയിൽ ഇടാതിരുന്നതിന്റെ കാരണം എന്താ, ഇവിടെ ഇങ്ങനെ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ രാത്രി സമയത്ത് നമ്മൾ മഴയുള്ളപ്പോ താത്തി ഇടണം. പിന്നെ നടക്കല് നനയാതിരിക്കണമെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റൂല. അതെ നടക്കല് എൻ്റെ അതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ സാധനം ഇല്ല. അവിടെ വരെ ഈ സാധനം ജസ്റ്റ് അപ്പൊ അതിന്റെ അതിലേക്കൊക്കെ ടച്ച് ചെയ്ത് അവര് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സാധനങ്ങളൊക്കെ വെച്ചേക്കണോ ഒക്കെ ചിലപ്പോൾ ഇതാവൂല. അത് കാരണം പിന്നെ നടക്കലങ്ങനെ കിടക്കട്ടെ എന്ന് തൽക്കാലം വെച്ച് ചവിട്ടികൾ ഇടാം നമുക്ക്. എന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചതില്ലേ, ഒന്ന് രണ്ട് ഇതുപോലെ മുറിച്ച് മേടിക്കണേ പ്ലാസ്റ്റിക്കിന്റെ ചവിട്ടികൾ മേടിച്ച് ഇവിടെ അങ്ങ് ഇടാന്ന്. ഇങ്ങനെ മൊത്തത്തിൽ ഇടണില്ല, മൊത്തത്തിലിട്ട് ശരിയാവൂല. ഇപ്പം മൊത്തത്തിലിട്ട എന്നാന്ന് വെച്ചാൽ ഡെയിലി 2 നേരം അടിച്ചത് ശരിയാക്കേണ്ടി വരും. ഇത് ആ ഭാഗം മാത്രം ചവിട്ടി കയറാൻ പാകത്തിന് സാധാരണ 1-2 ചവിട്ടികൾ ഇവിടെ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചവിട്ടിയേച്ച് ഇവിടെ കയറി കഴിഞ്ഞാൽ പോരാ. ഇതൊക്കെയാണ് എൻ്റെ പ്ലാനിങ്. എത്ര കണ്ട് വിജയിക്കും എന്നറിയില്ല അതിമഴ വരുമ്പോ. ഏതായാലും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളോട് ഷെയർ ചെയ്ത് അത് ഞാൻ ചവിട്ടി ഈ ആഴ്ച മേടിക്കുന്നുണ്ട്. മഴ വന്നിട്ട് മതിയില്ലോ എന്ന് കരുതിയാ. അപ്പൊ അന്നേരം അതിൽ ചവിട്ടി നീക്കിയിട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കയറാം. ആ വശത്തുനിന്ന് മിക്കവാറും കയറുള്ളൂ. ഇനി ഇപ്പൊ ഈ വശത്തുനിന്ന് നമ്മൾ കാറിട്ടേച്ച് വരുവാണെങ്കിൽ ഈ വശത്തിന് 2 മേടിച്ചിടാം, അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇനി ഇത് നമുക്ക് ലോക്ക് റിലീസ് ചെയ്യാം. അത് ലെഫ്റ്റിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി എന്ന് അവര് പറഞ്ഞു. മതി, നോക്കട്ടെ, ഞാൻ ചെയ്തതാ. കണ്ടോ, അമ്മയ്ക്കാണ് അതിന്റെ ടെക്നിക്ക്. അങ്ങനെയല്ല, മാത്തമാറ്റിക്സ് അല്ലേ, അതായിരിക്കും. അല്ല മാത്തമാറ്റിക്സ് ഒന്നും ആയിട്ടല്ല, ഞാൻ ഇങ്ങനെയുള്ള സംഗതികളില്ലേ, ഞാൻ അത്ര മാത്തമാറ്റിക്സ് ഒന്നും അല്ലേ. ഞാൻ അവിടെ കെട്ടിയായിരുന്നതാ. അവിടെ കെട്ടാനും നിന്നോ? കെട്ടുമല്ല, അതങ്ങനെ ഇതാക്കി വെച്ചതാ. ഞാൻ അതുകൊണ്ടല്ല, ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളിത് വ്യക്തമായിട്ട് പഠിക്കണം. അപ്പക്ക് ഇത് സത്യം പറഞ്ഞാലില്ല, അപ്പക്ക് ഇത് അറിയാം. പക്ഷേ എന്നെ ഇത് ഉൾപ്പെടുത്താൻ വേണ്ടി ഞാനായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യണ ആൾ. അതുകൊണ്ട് എന്നോട് നോക്ക അവർ ചെയ്യണ എങ്ങനെയാന്ന് നോക്കാൻ പറയും. പക്ഷെ ഇന്നലെ ഇത് ഫിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഇവിടെ ആളുണ്ടായില്ല. കാരണം ഒരു മരണ ആവശ്യം ഉണ്ടായി തൃശ്ശൂർ പോയിരിക്കുകയായിരുന്നു. അപ്പൊ ഇവള് ഇവിടെ ജോലിയുടെ എന്താണ്ട് വർക്കിലായിരുന്നു. പക്ഷെ ഇവള് വന്ന് ഇവിടെ നോക്കിയപ്പോ അമ്മ നോക്കിക്കോ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അത് പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്കറിയാം. അത്രയൊന്നുമില്ല, എനിക്ക് പെട്ടെന്നൊന്നും ക്ലിക്കാവൂല. പക്ഷെ ഞാൻ സഡനാ ഒരേ സംഗതി. അപ്പൊ അതിന് കുറെ കുറവുകളുണ്ട്. അല്ല, മേന്മയും ഉണ്ട്, അതിന് ഗുണവും നന്നായിട്ടുണ്ട്. പക്ഷെ കുറെ ചീത്ത ഇതും ഉണ്ട്. കാരണം പെട്ടെന്നൊക്കെ പിടിച്ച് വലിച്ചാൽ ചിലപ്പോൾ പൊട്ടിപ്പോകും. പക്ഷെ ഇങ്ങനെയുള്ള സംഗതികൾ ഞാൻ ഇത് ഡെലിക്കേറ്റാ ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ വളരെ ശ്രദ്ധിച്ചത് ചെയ്യുള്ളൂ. അപ്പം ആ പയ്യന്മാരെന്നോട് പറഞ്ഞു, ചേച്ചി ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ ചേച്ചി 2-3 പ്രാവശ്യം ഒന്ന് റോൾ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 2-3 വേണ്ട, 1-2 പ്രാവശ്യം കണ്ടാൽ എനിക്ക് മനസ്സിലാവൂന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്തതാട്ടോ. അപ്പം നമുക്ക് കുറച്ച് റോൾ ചെയ്ത് വെക്കാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെയിലേറല്ലേ. പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ഇവിടെ ഞങ്ങളോട് പറഞ്ഞു പോയത് ഈ വളയില്ലേ, കുഴയുടെ ഇപ്പറേ വെച്ച് വെക്കുവാണെങ്കിൽ ഇതിനോട് ജസ്റ്റ് മുട്ടിക്കിടക്കൂന്ന്. അപ്പൊ അവരോട് ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഴയില്ലേ, കുഴയിലേക്ക് ഈ സംഭവം വന്ന് മുട്ടി അത് ശരിയാവൂല, അത് അവിടെ ഫിറ്റ് ചെയ്യാൻ അവർക്ക് ഭാരാണ്. എന്നാ പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ അവരോട് ചെയ്യാൻ പറഞ്ഞു. കുഴയുടെ തൊട്ട് ചേർത്ത് വെച്ച് ചെയ്യാന്നും പറഞ്ഞാണ് അവർ ചെയ്തത്. പിന്നെ അവരുടെ ഇതാണല്ലോ, നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ചെയ്യാൻ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ഞാൻ പറഞ്ഞു. ഇവിടെ എല്ലാം കവർ ചെയ്ത് നിൽക്കണം, ഇറിച്ചിലടിച്ച് എനിക്ക് കയറാൻ പാടില്ല. ഇത്രയും റേറ്റ് നമ്മൾ മുടക്കിയതാ. അപ്പൊ അത് നമുക്ക്
താഴെ നിറച്ചിലടിക്കും ചേച്ചി, ഇത്ര ഇല്ലാത്തത് കൊണ്ടെന്ന് എന്നോട് പറഞ്ഞു. അത് കുഴപ്പമില്ല, അതിന്റെ കാരണം ഇതാന്നും പറഞ്ഞു. അപ്പൊ കുറച്ച് ചുരുട്ടി വെക്കാം നമുക്ക്.